ഹലോ ഫ്രണ്ട്സ്, നാളത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ നമുക്കൊന്ന് നോക്കട്ടോ. റിവ്യൂ ആണേ. അപ്പോൾ നമ്മൾ ഈ റിവ്യൂവിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രേവതി ചന്ദ്രേനെ പിടിച്ചൊന്ന് കുടയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രയാകെ പേടിച്ചിരിക്കുകയായിരുന്നു. രേവതി എന്തെങ്കിലുമൊക്കെ പോയി സച്ചിയോടൊക്കെ പറഞ്ഞ് സച്ചി ബഹളം ഉണ്ടാക്കുമോ എന്നുള്ളൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഉണ്ടായില്ല. അപ്പോൾ ചന്ദ്രയോട് രേവതി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വീട്, നിങ്ങൾ എൻ്റെ വീട്ടുകാരെ എങ്ങനെ കാണുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ ഞാൻ ഈ വീടിനെ എങ്ങനെ കാണുന്നത്, ഇവിടുത്തെ ആളുകളെ എങ്ങനെയാണ് കാണുന്നതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി കാണുന്നതാണ് എൻ്റെ വീട്ടിലെ, ബഹുമാനത്തോടു കൂടി കാണുന്നതാണ് ഇവിടെ ഉള്ളവരെ. അമ്മ പേടിക്കേണ്ട, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഇവിടെ കലഹം ഉണ്ടാക്കാൻ ഞാൻ ഒരിക്കലും നോക്കിയിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചന്ദ്ര ആകെ അയ്യേന്നായി പോയി നിൽക്കുകയാണ്. കാരണം ഇതൊന്നല്ല ചന്ദ്ര പ്രതീക്ഷിച്ചത്. അപ്പോൾ ചന്ദ്രയ്ക്ക് ഇപ്പോഴും നമ്മുടെ രേവതിയെ മനസ്സിലായിട്ടില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പിന്നെ പിറ്റേ ദിവസം നോക്കുമ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നമ്മുടെ രേവതി എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പോഴേക്കും സച്ചി വരുന്നുണ്ട്. സച്ചി പുതിയ ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സച്ചി വരുമ്പോൾ സച്ചിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറയണം. അപ്പോൾ സച്ചി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ അച്ചമ്മയും വരുന്നുണ്ട്. അച്ചമ്മയും ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അറിഞ്ഞിട്ടാണ് തോന്നുന്നുണ്ട് വരുന്നത് കേട്ടോ. അച്ചമ്മയും വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ കൂടെ ഇങ്ങനെ, അപ്പോൾ അച്ചമ്മയെ പിടിച്ചിരുത്താണ്. അപ്പോൾ നമ്മുടെ സച്ചി കൊണ്ട് കാണിക്കുന്നുണ്ട് ഒരു ഇത്, ഞാൻ എൻ്റെ രേവതിക്ക് വേണ്ടിയിട്ട് വിവാഹ സമ്മാനം വാങ്ങിയതാണ് അച്ചമ്മേ, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ട് അങ്ങനെ സച്ചി കൊണ്ടുപോയി കാണിക്കുകയാണ് അച്ചമ്മയ്ക്ക്. അപ്പോൾ അച്ചമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. നോക്കുമ്പോൾ ഒരു മോതിരാണ് കേട്ടോ, ഒരു മോതിരം. അത് രേവതിക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ അച്ചമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഇത് എൻ്റെ രേവതിക്ക് വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ അച്ചമ്മ വരുമ്പോൾ സച്ചിയുടെ സന്തോഷം കാണണം കേട്ടോ. അച്ചമ്മേന്ന് പോയി ഓടിപ്പോയി. കാരണം മറ്റുള്ള പേരക്കുട്ടികൾക്ക് സ്നേഹം ഉണ്ടെങ്കിലും ഇവൻ അച്ചമ്മയുടെ അടുത്ത് കടന്ന് വളർന്നതുകൊണ്ട് അച്ചമ്മയെ കാണുമ്പോൾ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അങ്ങനെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കണു, അച്ചമ്മേൻ്റെ അടുത്ത് വട്ടം കറക്കണു. അച്ചമ്മ അങ്ങനെ പറഞ്ഞിട്ട് വിട്ടട്ടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആ സച്ചിയുടെ ആ ഒരു സ്നേഹം അതിങ്ങനെ കാണിക്കുക. പിന്നെ അച്ചമ്മോട് ഇങ്ങനെ പറയുന്നുണ്ട് വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ ചന്ദ്രയ്ക്ക് വലിയ മുഖമൊന്നുമില്ല, കാരണം അച്ചമ്മ വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ ഇമേജ് ഒന്ന് താഴും. കാരണം അതുവരെ പുലിയായി നിന്ന ആൾ പൂച്ചയാവും അച്ചമ്മയുടെ മുന്നിൽ. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അച്ചമ്മ പറയും, നീ അവളുടെ കയ്യിൽ അത് ഇട്ട് കൊടുക്കടാ എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ സച്ചി നമ്മുടെ രേവതിയുടെ കയ്യിൽ മോതിരം ഇട്ട് കൊടുക്കണം. അത് കണ്ടിട്ട് മറ്റുള്ളവർക്ക് ഇതിൽ എന്താ വെച്ചാൽ ഈ ശ്രീകാന്ത് പക്ഷേ നല്ല രണ്ട് ക്യാരക്ടർ. കാരണം അവർക്ക് അസൂയും കുശുമ്പോ ഒന്നുമില്ല, ഭയങ്കര സ്നേഹം. രേവതിയും സച്ചി എന്ത് ചെയ്താലും അവർക്ക് സന്തോഷമാണ്. അപ്പോൾ അവർക്ക് മാത്രമേ ഉള്ളൂ ഈ സന്തോഷം. ബാക്കി മൂന്നെണ്ണം ത്രിമൂർത്തികളുടെ മുഖത്ത് ഒരു സന്തോഷമില്ല, ഒരു തരം അസൂയ കുശുമ്പോ ഒക്കെ കൂടിക്കലർന്നൊരു ഭാവമാണ് കേട്ടോ. അപ്പോൾ പക്ഷെ അച്ഛമ്മ അവരാരും മൈൻഡ് ചെയ്യണില്ല. അങ്ങനെ അവസാനം സന്തോഷമായിട്ട് ചന്ദ്ര നമ്മുടെ രേവതിയുടെ കവിളത്ത് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നത് കാണാണ്ട്. അതെന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. ഇനി അച്ഛമ്മയുടെ നിർബന്ധത്തിൽ